ഹലോ. അപ്പം കോട്ടയത്ത് നമ്മുടെ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ ചതുരംഗപ്പാറയായിരുന്നു. 5 സ്പോട്ട് ഉണ്ടായിരുന്നു നമുക്ക്. അതിൽ മെയിൻ ഇതായിരുന്നു നമ്മുടെ ചതുരംഗപ്പാറ കേട്ടോ. പനി കാരണമാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പം ഞാൻ പോയത് ഞാനും എൻ്റെ ഒരു ആൻറ്റി എൻ്റെ ഒരു ചേച്ചിയും കൂടിയാണ് ഞങ്ങൾ പോയത്. നമ്മൾ കോട്ടയത്തെ KSRTC നിന്നാണ് പോയത്. ഇപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാറ്റ് കാരണം എൻ്റെ ശബ്ദം കേൾക്കാമെന്ന് അറിയത്തില്ല. മാക്സിമം ഞാൻ ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ വണ്ടി ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. നമ്മൾ കോട്ടയത്തു നിന്ന് പോയ വണ്ടി ഇതാണ്. നമ്മൾ കറക്റ്റ് 5:10 കോട്ടയത്തു നിന്ന് വണ്ടി എടുത്തു. നമ്മൾ ഏറ്റുമാനൂർ കൂടി അങ്ങനെയാണ് പോയത്. കുറച്ച് പേര് ഇടയ്ക്ക് ഒന്ന് കയറാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ വണ്ടിയുടെ അകമാണ്. എല്ലാവരും ഒക്കെ കുറച്ച് പേരൊക്കെ ഉറങ്ങുന്നു, കുറച്ച് പേരൊക്കെ പരിചയപ്പെടുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ യാത്ര തുടങ്ങിയ സമയത്ത് എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. കുറച്ച് കേട്ട് നമ്മൾ അതിനുശേഷം നമ്മൾ ഒരു PP ഊതുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാറുണ്ടായിരുന്നു, ജെയിംസ് സാർ എന്ന് പറയുന്ന സാർ നമുക്ക് PP ഒക്കെ തന്നു, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കേട്ടോ. PP ഒക്കെ നമുക്ക് ഞങ്ങളതെല്ലാം എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചു. കുറേ നേരം നല്ല രസമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് സൈഡ് വ്യൂസ് ഒക്കെ എടുത്ത്, അതായത് ഒരു ഭംഗിക്ക് വേണ്ടി, അതായത് കുറച്ച് നമ്മുടെ ഫോണൊക്കെ ഓഫായി പോകാറായിരുന്നു ഓൾറെഡി ആ സമയമായപ്പം. അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു. കുറച്ച് സൈഡ് വ്യൂസൊക്കെയാണ്. നമ്മൾ ഫുഡൊക്കെ നമ്മൾ കയ്യിൽ നിന്നായിരുന്നു പേ ചെയ്യേണ്ടത്. അതായത് നമ്മൾ സ്വന്തമായിട്ട് പേ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. ആ സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നേരെ നമ്മൾ പോയി ചീയപ്പാറ വെള്ളച്ചാട്ടമായിരുന്നു. അതിൻ്റെ കുറച്ച് വ്യൂ. ഇത് നമ്മുടെ PP ഊതുന്നതാണ് കേട്ടോ. ഇത് എൻ്റെ ആൻറ്റിയും ഇതിൻ്റെ ചേച്ചിയാണ്. അവർ രണ്ടും കൂടെ PP ഊതുന്നു. അതിനുശേഷം നമ്മുടെ കണ്ടക്ടർ ഏട്ടൻ വൈശാഖേട്ടൻ്റെ കുറച്ച് പാട്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ആദ്യം ഭയങ്കര സൈലൻ്റൊക്കെ ആയിരുന്നു, പക്ഷെ പിന്നെ അടിപൊളിയായിരുന്നു. കുറേ പാട്ടൊക്കെ പാടി എല്ലാവരും ഒക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അങ്ങനെ കുറേ പാട്ടുകളൊക്കെ പാടി ഞങ്ങൾ എൻജോയ് ചെയ്ത് നേരെ പോയത് റിപ്പിൾ വാട്ടർഫോൾസിലേക്കാണ് പോയത്. നല്ല മനോഹരമായ ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമുക്ക് സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ആ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും. അതായത് ഈ റിപ്പിൾ വാട്ടർഫോളിൻ്റെ മേളിൽ കൂടെയാണ് ആ സിപ്പ് ലൈൻ പോകുന്നത്. നമുക്കത് ഫുള്ളായിട്ട് വ്യൂ കാണാൻ പറ്റും. ഒരാൾക്ക് കയറുന്നതിന് 500 രൂപ എന്തോ ആയിരുന്നു. ഞാനപ്പം കുറച്ച് പേരൊക്കെ താഴോട്ട് വന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമേ ഫ്രണ്ടിൽ നടന്നു പോയി കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നടന്നു പോയി. അങ്ങനെ താഴേക്ക് ഇങ്ങനെ നടന്നു പോകാം കേട്ടോ. ഇവിടെ കുറേ സിനിമ ലൊക്കേഷനൊക്കെ ആണെന്ന് പറയുന്നത്, എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. സീരിയലോ സിനിമയൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാടൊന്നും ഞാൻ അവിടെ ചോദിക്കാനൊന്നും പോയില്ല. അവിടെ നിന്ന് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി നേരെ ചെല്ലുമ്പം പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം. നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോൾ വിചാരിച്ചിരിക്കും മടുപ്പായിരുന്നു. പക്ഷെ അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ പൊന്നോ അടിപൊളി വ്യൂ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നേരെ തിരിച്ചു വരുന്നപ്പോൾ സിപ്പ് ലൈനിൽ ഞങ്ങളുടെ കൂടെയുള്ള 2 പേര് പോകുന്നതിൻ്റെ ഒരു വീഡിയോസാണ്. അവിടെ നമ്മൾ പോയത് നേരെ പൊന്മുടിയിലായിരുന്നു. പൊന്മുടിയിൽ ചെന്ന് അവിടെ നിന്ന് നമ്മളൊരു വ്യൂ പോയിൻറ്റിൽ പോയി. വ്യൂ പോയിൻറ്റ് കഴിഞ്ഞ് നേരെ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളുടെ കൂടെ വന്നവരുടെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ കുറച്ചെടുത്ത് കുറച്ച് പേരൊക്കെ അഭിനയിച്ചു. കൂടെയുള്ളവരൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഞാനില്ലാതെ എന്താഘോഷം, എൻ്റെ കുറച്ച് വീഡിയോയിൽ എന്താഘോഷം. പിന്നെ ഞാൻ മറ്റേ കിലുക്കത്തിലെ രേവതി വന്നില്ല, ഇടയ്ക്കൂടെ വന്നു പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ KSRTCയിലെ ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ടുള്ള കുറച്ച് വ്യൂ അത്. ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും ചേച്ചി ഇരുന്നപ്പോൾ ഉള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, ആ ബാക്ക് ബെഞ്ചിൽ ഇരുന്നപ്പോൾ ഉള്ള സുഖത്തിൻ്റെ കുറച്ച് വീഡിയോസാണ്. അതായത് പുറകെ ഇരിക്കുമ്പോൾ ആ ഒരു സുഖം. ഇത് ഞങ്ങൾ നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ എൻജോയ് ചെയ്താൽ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വന്നത് നേരെ ആനയിറങ്കൽ ഡാമാണ്. ഇവിടെ എന്ന് പറയുന്നത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് ഈ ഡാം. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് തോന്നുന്നു. മണ്ണ് കൊണ്ടാണ് ഈ ഡാം ഉണ്ടാക്കുന്നത്. സിമെൻറ്റോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിനുശേഷം നമ്മളൊരു ഓഫ് റോഡാണ് പോയത് കേട്ടോ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയത് കിള്ളിപ്പാറയിലേക്കുള്ള വഴിയിലാണ് പോയത്. അതായത് നമ്മൾ ഓഫ് റോഡ് കയറി വേണം കിള്ളിപ്പാറ ചെല്ലാനായിട്ട്. ആ കിള്ളിപ്പാറയിൽ നമ്മൾ റിട്ടേൺ വന്നിട്ട് വേണം നമ്മൾ ചതുരംഗപ്പാറയ്ക്ക് പോകാൻ. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ കിള്ളിപ്പാറയ്ക്ക് പോകുന്ന ആ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. കൂടുതൽ ഏജ് ഉള്ളവരൊന്നും പോകാതിരിക്കും നല്ലത്. കാരണം നമ്മുടെ നടുവൊക്കെ അതുപോലെ പോകും. കാരണം ഒരു ദിവസത്തേക്ക് പൊങ്ങത്തില്ല. പിന്നെ യാത്ര ഇഷ്ടപ്പെടുന്നവർ, ട്രിപ്പ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ പോകാം. ആരും പോകാതിരിക്കരുത്. പോകേണ്ട സ്ഥലമാണ്, കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ. അപ്പം ഇത് ഓഫ് റോഡ് പോകുന്ന ഒരാൾക്ക് 150 രൂപയാണ്. നമ്മൾ ഒരു ജീപ്പിൽ 8 പേരുണ്ടായിരുന്നു കേട്ടോ.
നമ്മളിത് കിള്ളിപ്പാറയിലേക്ക് എത്തി. എൻ്റെ പൊന്നോ, ഇതൊരു ഒന്നൊന്നര വ്യൂ ആയിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചതിലും ഭയങ്കരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ നമ്മളെയും കൊണ്ടുപോകും. നമ്മൾ 3-4 പേര് കൈ പിടിച്ച് നിന്നില്ലെങ്കിൽ നമ്മളെയും കൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ് ഇത്. അവിടുത്തെ ആ പുല്ലും കാര്യങ്ങളൊക്കെ നല്ല ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷേങ്കിൽ ഈ കാറ്റൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ക്യാമറ പോലും നമുക്ക് ശരിക്കും പിടിക്കാൻ പറ്റില്ല, കാരണം അതുപോലത്തെ കാറ്റായിരുന്നു. ആൻറ്റി ഡാൻസ് കളിക്കുന്നുണ്ട്, കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കയറി കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കാറ്റ് കാരണം നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിതല്ലായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു വൈബ് നമുക്ക് കിട്ടി. എന്താ കാറ്റും തണുപ്പും അങ്ങനെയൊക്കെയുള്ള സെറ്ററൊന്നും ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾ എല്ലാം മറന്നുപോയി വണ്ടിക്കകത്ത്. ആ എൻജോയ്മെൻറ്റിൽ അങ്ങ് പോയപ്പോൾ അത് മറന്നുപോയി. ഇത് ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെയാണ്. പി ഊതുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു എനിക്ക് സ്പോട്ടായിട്ട് തോന്നി കിള്ളിപ്പാറ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കിടന്ന് കുറേ കാറി പാട്ടും ബഹളവും. അതുകൊണ്ട് നമ്മുടെ കൂടെപ്പിറപ്പായതുകൊണ്ട് കുഴപ്പമില്ല, ഡാൻസും പാട്ടൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളതുകൊണ്ട് നമ്മൾ അവിടെ കിടന്ന് കുറേ പാട്ടൊക്കെ പാടി ഡ്രസ്സൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയമാക്കേണ്ട കാര്യമില്ല. ആ ഒരു പ്രശ്നമേ ആക്കണ്ട, അതതിൽ വഴി പൊക്കോളും. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യേണ്ട കാര്യം എൻജോയ് ചെയ്യണം. ഞങ്ങളുടെ കൂടെ വന്നൊരു ആൻറ്റി കേട്ടോ അത്. ഞങ്ങളവിടെ കിടന്ന് പീപ്പോതി പാട്ട് പാടി ഡാൻസ് കളിച്ചു. അങ്ങനെ ഞങ്ങളുടെ ആ ട്രിപ്പ് ഞങ്ങൾ മാക്സിമം മെമ്മറീസ്, എന്താ പറയുന്നത്, കുറേ നല്ല ഓർമ്മകൾ ഞങ്ങളവിടെ ഇതാക്കി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴെ വന്ന് അവിടെ നേരെ നമ്മളിപ്പം വന്നേക്കുന്നത് ആണ് ചതുരംഗപ്പാറയിലേക്ക് നമ്മൾ ഓഫ് റോഡ് തന്നെ വന്നു. നമ്മളിനി അങ്ങോട്ട് നടന്നു പോവാണ്. അവിടെ ഇതുപോലെ തന്നെ സെയിം കാറ്റാണ്. പക്ഷെ നമ്മൾ കിള്ളിപ്പാറയിൽ ആ ഫേസ് ചെയ്ത് അത്രയും കാറ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷേങ്കിൽ ഇതാണ് ചതുരംഗപ്പാറയുടെ ഒരു വ്യൂ വന്നേക്കുന്നത് കേട്ടോ. കാറ്റാടിയാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ തമിഴ്നാട് ബോർഡർ, അതായത് രാമക്കൽമേടൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് തമിഴ്നാടിൻ്റെ ബോർഡർ കാണാം. അതുപോലെ തന്നെ ഇവിടെ എന്നാലും കാണാം അവരുടെ കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറേ സ്പേസ് കാണാൻ പറ്റും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് താഴെ കാണാൻ പറ്റും. ഇത് ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തപ്പോൾ ആൻറ്റിക്ക് കുശും പഠിച്ചിട്ട് ആൻറ്റി ഓടി വന്ന് ഞങ്ങൾ ഫോട്ടോയ്ക്ക് നിൽക്കുന്നതാണ് ശാല. പിന്നെ ഇത് ഞങ്ങളെല്ലാവരും റെസ്റ്റ് ചെയ്യും. പിന്നെ കാറ്റാടി അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വിവരിക്കുകയാണ് ഇന്ന സംഭവങ്ങളിലൊക്കെ. പക്ഷെ അത്ര വിവരിക്കാൻ എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾ അടുത്ത ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ കയറി തപ്പണം കേട്ടോ. ഇതാണ് ആ ഓവറോൾ ഉള്ളൊരു വ്യൂ. അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നപ്പോൾ ശരിക്കും 6:30 ആയി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി 6:30 അല്ല 6:45 കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പം. താഴെ ഇറങ്ങി വന്ന് പിന്നെ നമ്മളെ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇച്ചിരി ലൈറ്റുള്ളപ്പോൾ ഇറങ്ങി വന്ന് അവിടെ കുറച്ചായിരുന്നു വീണ്ടും കാറ്റൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞങ്ങളുടെ കൂടെ വന്നതും പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരായിരുന്നു. പക്ഷേങ്കിൽ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. സംസാരിക്കാനാണെങ്കിലും നമ്മളുമായിട്ടുള്ള എൻജോയ്മെൻറ്റിനകത്തുള്ളവരെല്ലാവരും നമ്മുടെ കൂടെ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഫുഡാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുകയും അങ്ങനെ മൊത്തത്തിൽ നല്ല രസവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ആ ട്രിപ്പ് എൻജോയ് ചെയ്ത്. ഇനി ഞങ്ങളടുത്ത ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. പോകണമെന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ നമുക്ക് നിങ്ങൾ ആഡ് ചെയ്യാം, പോകേണ്ടവർക്ക് പോകാം. അപ്പം വലിയ പൈസ ഒന്നും മുടക്കൊന്നും വരുന്നതല്ല. അതായത് നിങ്ങൾക്ക് കാണാനായിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണേണ്ട കുറച്ച് സ്ഥലങ്ങളാണ്. ഇത് വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നൊരു സ്ഥലമാണ്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളവിടെ പോയപ്പോൾ ആ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിരുന്നു. അതുപോലെ ട്രിപ്പ് ഭയങ്കര രസമായിരുന്നു. നമ്മുടെ കൂടെ വന്ന എല്ലാവരുമായിട്ട് നമ്മൾ ഭയങ്കര രസമായിരുന്നു. അതുപോലെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഉണ്ട്, ആൾ നല്ലൊരു പാട്ടുകാരനായിരുന്നു. കണ്ടക്ടർ ചേട്ടൻ പുള്ളിക്കാരൻ നല്ലൊരു പാട്ടുകാരനൊക്കെയായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആൾ പാട്ട് പാടുന്നുണ്ട്, നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പാട്ട് പാടുന്നൊരു വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ് പോയി വന്നതും ഒക്കെ. അപ്പം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ ഈ വീഡിയോ ഒന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം ഇതോടുകൂടി ഈ വ്ളോഗ് തീരുവാണ്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേ അതിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. നിങ്ങളെൻ്റെ ചാനൽ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കേട്ടോ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം നമ്മൾ നല്ല ഫോണുകളൊന്നുമല്ല, പുതിയ ഫോണൊക്കെ എടുത്തിട്ട് നമ്മൾ നല്ല നല്ല വ്ളോഗും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം തൽക്കാലം എല്ലാവരും ഇതൊക്കെ കണ്ട് ഒന്ന് എൻജോയ് ചെയ്യുക. പനിയൊക്കെ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ അടുത്ത ട്രിപ്പിൻ്റെ വീഡിയോ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇനിയും കുറച്ച് വീഡിയോസൊക്കെ വരാനുണ്ട്, അത് ഉടനെ അപ്ലോഡ് ചെയ്ത് വിടാം. അപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുക. നമ്മൾ താഴെ വന്നിട്ടുള്ള വ്യൂസ് ആട്ടോ. നമ്മൾ 49 പേര്
ഉണ്ടായിരുന്നു ഈ ട്രിപ്പിൽ. ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു, കുറച്ച് ഏജ് കുറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മുടെ ഈ ഹോൾ ടീം കേട്ടോ. നമ്മുടെ ഇനി ഡ്രൈവർ ചേട്ടനെ കുറച്ച് പാട്ട് കേൾക്കാം. ലാസ്റ്റ് നമ്മുടെ റിവ്യൂ ടൈം കേട്ടോ. അപ്പം ഞങ്ങളെ പറ്റിയൊക്കെ പുകഴ്ത്തി പറഞ്ഞ് കുറച്ച് നിങ്ങളും കൂടെ കേട്ടോളൂ. വളരെ നല്ല കോൺഫിഡൻസ് തരുന്ന രീതിയിൽ തന്നെ ഒരു തുടക്കക്കാരനാണെന്ന് പറയുകയും എന്നാൽ ആ പരിഭ്രമമൊന്നുമില്ലാതെ എല്ലാം തന്നെ ക്ലിയറായി കൊണ്ടു നടക്കുകയും ചെയ്തു. ഇനി എക്സ്പീരിയൻസ് ആകുമ്പോൾ ഇതിനപ്പുറത്തുനിന്ന് മാറരുത്, ഇതുപോലെയുള്ള തന്നെ സ്വഭാവം ഉണ്ടായിരിക്കണം എന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അതുപോലെ തന്നെ നമ്മുടെ സാരഥി ഇത്രയും നല്ല എക്സ്പെർട്ട് ഡ്രൈവർ, അറ്റ് ദ സെയിം ടൈം ഒരു സിംഗർ, വളരെ സന്തോഷകരമായി. പിന്നെ ഈ യാത്ര ഇത്രയധികം ആനന്ദപൂർണ്ണമാക്കിയത് നമ്മുടെ മ്യൂസിക്കൽ ടീമും അതുപോലെ നമ്മുടെ ജെയിംസ് സാറുമാണ്. ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്, ജെസ്സി മാഡം, അതുപോലെ സ്നേഹ, ആ ഗ്രൂപ്പ് ഇപ്പോൾ സുന്ദരമായി ഇത്രയും നേരം നമ്മളെ എൻജോയ് ചെയ്തു. എല്ലാവർക്കും നന്ദി. നല്ല യാത്രാനുഭവം, വളരെ സന്തോഷകരമായിരിക്കുന്നു. എന്തെങ്കിലും ചില കണ്ടക്ടറുടെ പിറന്നാളായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ വിഷ് ചെയ്തതിനെ കുറിച്ച് നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ അന്ന് വന്നിട്ട് ആൻറ്റിയുടെ യൂട്യൂബ് ചാനലുണ്ട്. ആൻറ്റിയുടെ യൂട്യൂബ് ചാനലും കൂടെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ വരുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ താഴെ എഴുതിയേക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, ബൈ.